വിറ്റോ വടക്കൻ അക്കിക്കാവു. വിശുദ്ധ ബൈബിളിൽ നിന്ന് അല്പസ്വല്പം പറയുവാൻ പ്രിയ ദൈവജനമേ കർത്താവിൽ ശരണപ്പെടുന്നു. അഭിഷേകം, അനോയിന്റിങ്, സ്തോത്രം. അഭിഷേകമുള്ള ദാവീദ്, സ്തോത്രം. പടച്ചട്ടയും പടക്കോപ്പുമില്ലാത്ത ദാവീദ്, ഇടയച്ചെറുക്കനായ ദാവീദ്, മല്ലനായ ഗോലിയാത്ത് ഇസ്രായേലിനെതിരെ വെല്ലുവിളിക്കുമ്പോൾ, ശൗലും കൂട്ടരും പേടിച്ചിരിക്കുമ്പോൾ, ഫെലിസ്ത്യർ പരിഹസിക്കുമ്പോൾ, നിന്ദിക്കുമ്പോൾ, ഇടയച്ചെറുക്കനായ ദാവീദ്, പടച്ചട്ടയും പടക്കോപ്പുമില്ലാത്ത ദാവീദ് വന്നപ്പോൾ, പടക്കൂട്ടത്തിന് നേരെ വന്നപ്പോൾ ശൗലും കൂട്ടരും ചിരിക്കുകയാണ്. ദാവീദിൻ്റെ സഹോദരങ്ങൾ പട്ടാളക്കാരാണ്. ശൗലും രാജാവാണ്. ശൗൽ എല്ലാവരും ചിരിക്കുകയാണ് പടച്ചട്ടയും പടക്കോപ്പുമില്ലാത്ത ദാവീദിനെ കണ്ടിട്ട്. കയ്യിൽ സഞ്ചിയിൽ 5 കാലിലും ഒരു കപണയം. സ്തോത്രം. ഫെലിസ്ത്യർ പരിഹസിക്കുകയാണ്, നിന്ദിക്കുകയാണ്. എന്നാൽ അഭിഷേകമുള്ള ദാവീദ് കവണയിൽ കല്ല് വെച്ച് ആഞ്ഞു വീശി എറിഞ്ഞു. മല്ലനായ ഗോലിയാത്തിൻ്റെ നെറ്റിയിൽ പതിച്ചു. സ്തോത്രം. ഗോലിയാത്ത് മറിഞ്ഞു വീണു. ഓടിച്ചെന്ന് ഗോലിയാത്തിൻ്റെ വാളൊരു ഗോലിയാത്തിൻ്റെ തല കഴുത്തറുത്തിട്ടു. ദാവീദ് ഗോലിയാത്തിന് നിലംബരം ചാറ്റി ശത്രുവിനെ തകർത്തു. ദാവീദിൻ്റെ ഉന്നം തെറ്റുകയില്ല. ദാവീദിൻ്റെ ഉന്നം തെറ്റാതെ ദൈവം മല്ലനായ ഗോലിയാത്തിൻ്റെ നെറ്റിയിൽ തന്നെ കല്ല് പതിപ്പിച്ചു. സ്തോത്രം. ദാവീദിൻ്റെ ശക്തിയല്ല, ദാവീദിൽ പകർന്ന അഭിഷേകം. സ്തോത്രം. അഭിഷേകത്തിൻ്റെ മുന്നിൽ മല്ലനായ ഗോലിയാത്ത് തകർന്നുപോയി, നിലംപരിചായി. സ്തോത്രം. ഹല്ലേലൂയ. ദാവീദിന് ശക്തി നൽകിയത് ഉന്നം പഴിക്കാതെ, ലക്ഷ്യം തെറ്റാതെ ഗോലിയാത്തിനെ തകർക്കുവാൻ കഴിഞ്ഞത് ദൈവം ദാവീദിനോട് കൂടെ ഉണ്ടായിരുന്നു. സ്തോത്രം. സ്തോത്രം. നിന്റെ ലക്ഷ്യം വിദ്യാഭ്യാസമാണോ, ജോലിയാണോ, തകർച്ചയാണോ, വിഷയം എന്തുമായിക്കൊള്ളട്ടെ. സ്തോത്രം. നീ പ്രാർത്ഥിക്കുന്നവനാണോ, ഉപവസിക്കുന്നവനാണോ, ദൈവസന്നിധി മുട്ടുമടക്കുന്നവനാണോ, നീ തകരുവാൻ ദൈവം സമ്മതിക്കുകയില്ല. ദൈവം നിന്നോട് കൂടെയുണ്ട്. മുമ്പോട്ട് വെച്ച കാൽ പിന്നോട്ടെടുക്കരുത്. അഭിഷേകമുള്ള യേശുവിന് മുമ്പിൽ ഭൂതങ്ങൾ അലറി ഓടിയെങ്കിൽ, കുഷ്ഠരോഗി സൗഖ്യമായെങ്കിൽ, കുരുടിന് കാഴ്ച ലഭിച്ചെങ്കിൽ, ചെകിടിന് കേൾവി ലഭിച്ചെങ്കിൽ, ഊമൻ സംസാരിച്ചെങ്കിൽ, മരിച്ച ലാസറിനെ വാക്കുകൊണ്ട് ഉയർപ്പിച്ചെങ്കിൽ, ബാലെ എഴുന്നേൽക്ക എന്ന് യായിറോസിൻ്റെ മകളോട് പറഞ്ഞപ്പോൾ മരിച്ച യായിറോസിൻ്റെ മകൾ ഉയർത്തെ ജീവൻ ആത്മാവ് മടങ്ങി വന്ന് ജീവൻ പ്രാപിച്ചെങ്കിൽ, പൈതലിൻ്റെ പിതാവിനെ ജീവനോടെ ഏൽപ്പിച്ചെങ്കിൽ, സ്തോത്രം. 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 എൻ്റെയും നിൻ്റെയും വാക്കുകൾക്ക് മുമ്പിൽ ദൈവ അത്ഭുതം പ്രവർത്തിക്കും. ശൗലും കൂട്ടരും ചിരിക്കട്ടെ, ഫെലിസ്ത്യർ പരിഹസിക്കട്ടെ. ദൈവം ഉന്നം തെറ്റാതെ മല്ലനെ നീക്കിയെങ്കിൽ എൻ്റെയും ശത്രുക്കളുടെ മുമ്പിൽ മേശയൊരുക്കുന്നവനാണ് നമ്മുടെ ദൈവം. യേശുവിനെ പള്ളിയിൽ നിന്ന് പുറത്താക്കാൻ നോക്കിയെങ്കിൽ, കല്ലെറിയാൻ നോക്കിയെങ്കിൽ, യേശു ക്രിസ്തു ശത്രുക്കളുടെ മുമ്പാകെ മേശയൊരുക്കുന്ന യേശു ക്രിസ്തു ദൈവം. സ്തോത്രം. 5 അപ്പം കൊണ്ട് 2 മീനുകൾ 5000-ലധികം പേരെ പോഷിപ്പിച്ചു. തൻ്റെ 12 ശിഷ്യന്മാർക്ക് ഓരോ കൊട്ട ബാക്കി, ഓരോ കൊട്ട വീതം ലഭിച്ചു. സ്തോത്രം. 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 ശത്രുക്കളുടെ മുമ്പാകെ മേശയൊരുക്കുന്ന ദൈവം. സ്തോത്രം. സ്തോത്രം. മരുഭൂപ്രയാണത്തിൽ ഇസ്രായേലിനെ ഫറവോൻ്റെ കയ്യിൽ നിന്ന് മോശ വിടുവിച്ച്, ആ ഫറവോൻ്റെ കയ്യിൽ നിന്ന് മോശ ഇസ്രായേലിനെ വിടുവിച്ചും കൊണ്ട് മോശയുടെ നേതൃത്വത്തിൽ ഫറവോൻ സൈന്യത്തിൽ ചെങ്കടലിൽ മുക്കിക്കൊന്നു. ദൈവം മുക്കിക്കൊന്നു. ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ കൂടെ 40 വർഷം മോശ കൈ നടത്തി. സ്തോത്രം. മോശ ഇസ്രായേൽ മക്കളിന് വേണ്ടി ഇടിയിൽ നിന്നും ദൈവത്തോട് പ്രാർത്ഥിച്ചു. മോശയുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ ഇസ്രായേൽ ജനം നടന്ന് നീങ്ങിയെങ്കിൽ, മരുഭൂമി മാറായെ മധുരമാക്കിയെങ്കിൽ, മന്ന കൊടുത്തെങ്കിൽ,
കാടപട്ടിയെ കൊടുത്തെങ്കിൽ, ഇറച്ചിയെ കൊടുത്തെങ്കിൽ, സ്തോത്രം 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 സ്തോത്രം. മോശയുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ ദൈവം കൃപ നൽകിയെങ്കിൽ, എൻ്റെയും നിൻ്റെയും പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ ശത്രുക്കൾ മുമ്പാകെ മേശയൊരുക്കുന്ന ദൈവം നമുക്കും മേശയൊരുക്കുവാൻ വേണ്ടി, നിത്യജീവൻ ലഭിക്കുവാൻ വേണ്ടി, നമുക്ക് സമ്പത്ത് ലഭിക്കുവാൻ വേണ്ടി, നമുക്ക് ആരോഗ്യം ലഭിക്കുവാൻ വേണ്ടി, നമുക്ക് നിത്യജീവൻ ലഭിക്കുവാൻ വേണ്ടി, നമുക്ക് ഭൗതികമായ ആത്മീയമായി അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി യേശു ക്രിസ്തു കാൽവരി ക്രൂശ് യാഗമായി തീർന്നു. ശത്രുവിൻ്റെ തലയെ യേശു കാൽവറിയിൽ തകർത്തു. മരണമെന്ന പിശാചിൻ്റെ ആയുധത്തെ കാൽവറിയിൽ തളച്ചു. സ്തോത്രം. പാട്ടുകാരൻ പറയുന്നു, മരണാധികാരിയായിരുന്ന ഘോരണ പിശാചിന്, ഭരണാധികാരിയായിരുന്ന പിശാച്, ആ പിശാചിൻ്റെ കയ്യിൽ നിന്ന് മരണമെന്ന ആയുധം തന്ത്രപൂർവം പിടിച്ചു വാങ്ങിക്കൊണ്ട് കാൽവറിയിൽ മരണത്തെ തളച്ചുകൊണ്ട് യേശു മരണത്തിന് അധികാരിയായി. ഫിലിപ്പിയ ലേഖനത്തിൽ കാണുന്ന വിശുദ്ധ ബൈബിളിൽ യേശു ക്രിസ്തു യേശു ക്രിസ്തുവിന് സകല നാമത്തിന് മേലായ നാമം ലഭിച്ചു. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ മോചനമില്ല എന്ന പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയ യേശു ക്രിസ്തു രക്തവും ചൊരിഞ്ഞെങ്കിൽ എന്നെ നിന്നെ വീണ്ടെടുക്കുവാനായിരുന്നു. എന്താണ് വീണ്ടും ജനനം? എന്താണ് വീണ്ടെടുപ്പ്? ദൈവാത്മാവോ മനുഷ്യാത്മാവിനോട് ചേരുന്നതാണ് വീണ്ടും ജനനം. വീണ്ടും ജനിച്ച വ്യക്തികൾക്കുള്ളതാണ് സ്തോത്രം 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 ആരാധന, മാനസാന്തര സ്നാനം, സ്തോത്രം പരിശുദ്ധാത്മാഭിഷേകം, സ്തോത്ര 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 സ്തോത്രം. അപ്പോസ്തല ഉപദേശം കേൾക്കൽ, ഇതെല്ലാം വീണ്ടും ജനിച്ചവർക്കുള്ളതാണ്. സ്തോത്രം. നമ്മെ വീണ്ടും ജനിപ്പിക്കുവാൻ, നമുക്കൊരു ഭാവി ഉണ്ടാകുവാൻ നമ്മെ വീണ്ടെടുത്ത ദൈവം യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. പരിശുദ്ധാത്മാ യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് പോയത് പിതാവെന്ന് പരിശുദ്ധാത്മാവിനെ നമുക്ക് അയച്ചു തരുവാനാണ്. പരിശുദ്ധാത്മാവ് ലഭിച്ചിട്ടല്ലാതെ ഈ ദുഷ്ടലോകത്ത് ജീവിക്കാൻ മുന്നേറാൻ കഴിയുകയില്ല. യേശുവിനെ പള്ളിയിൽ നിന്ന് പുറത്താക്കാൻ നോക്കിയെങ്കിൽ, കല്ലെറിയാൻ നോക്കുകയെങ്കിൽ യേശു ക്രിസ്തു, സ്തോത്രം സ്തോത്രം സ്തോത്രം, സകല ശക്തിയുടെ ഉറവിടമായ യേശു ക്രിസ്തു, സ്തോത്ര സ്തോത്ര സ്തോത്രം, എന്നെ ക്രൂശിച്ചെങ്കിൽ, മൂന്ന് കാലിലും പാണി ക്രൂശിച്ചെങ്കിൽ, തലയിൽ മുൾക്കിരീടം അടിച്ചു കയറ്റിയെങ്കിൽ, സ്തോത്ര സ്തോത്രം, മുഖത്തെ രോഗങ്ങൾ പെയ്തെടുത്തെങ്കിൽ, ആർക്കിച്ച് തുപ്പിയെങ്കിൽ യേശു ക്രിസ്തു. വെള്ളിയാഴ്ചയുടെ ദുഃഖവേള ഉണ്ടെങ്കിൽ, ശനിയാഴ്ചയുടെ ഒരു ഉയർപ്പുണ്ട്. നല്ല ശനിയാഴ്ചയുടെ നിശബ്ദത ഉണ്ടെങ്കിൽ ഞായറാഴ്ചയുടെ ഒരു ഉയർപ്പുണ്ട്. സ്തോത്രം. ഞായറാഴ്ച ആഘോഷത്തിൻ്റെ ഒരു ഞായറാഴ്ച, ആമോദത്തിൻ്റെ ഒരു ഞായറാഴ്ച, ആനന്ദത്തിൻ്റെ ഒരു ഞായറാഴ്ച, ആഹ്ലാദത്തിൻ്റെ ഒരു ഞായറാഴ്ച. ആ ഞായറാഴ്ചയുടെ ഉയർപ്പിൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാർക്ക് പലർക്കും പ്രത്യക്ഷപ്പെട്ടു താൻ ജീവിച്ചിരിക്കുന്നു തെളിയിച്ചു. യേശു ക്രിസ്തുവിനെ ഇനി കല്ലെറിയുവാനോ മുഖത്ത് തുപ്പുവാനോ സ്തോത്രസ്തോത്രമാരും ഗ്രാമങ്ങൾക്ക് ഇതെടുക്കുവാനോ തലയിൽ മുൾക്കിരി അടിച്ചു കയറ്റണം സാധ്യമല്ല. രാജാതിരാജാവായി എൻ്റെ യേശു ക്രിസ്തു എത്രയും പെട്ടെന്ന് കടന്നു വരും. കോടാനുകോടി ശേഷിനോടൊത്ത് ജീവിക്കണം. അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുക, ഭർത്താവിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുക. ഭർത്താവിൻ്റെ കൽപ്പനയാണ് സ്നാനം. വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നതിന് രക്ഷിക്കപ്പെടും. വിശ്വസിച്ചിട്ടാണ് സ്നാനം ഏൽക്കേണ്ടത്. മർക്കോസ് 16:16. 3 മാസമായ കുഞ്ഞിനല്ല, വിശ്വസിക്കാൻ പ്രായമായവർക്ക്. സ്തോത്രം. നീ ഞാൻ വിശ്വസിക്കുവാൻ തയ്യാറുണ്ടോ? കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ തയ്യാറുണ്ടോ? നിശ്ചയമായും കർത്താവ് ഉന്നതങ്ങളിൽ വാഹനമേറി നടക്കുമാറാക്കും. നിശ്ചയമായും കർത്താവ് ഭൗതികമായ ആത്മീയമായി അനുഗ്രഹിക്കുവാനാണ് കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി തീർന്നത്. സ്തോത്രം. യഹോവൻ സങ്കീർത്തനകാരൻ പറയുന്നു, യഹോവൻ്റെ ഇടയനാകും. തിരുവചനം പറയുന്നു, യഹോവൻ്റെ ഇടയനാകുന്ന എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ പുറകെ, നന്മയും കരുണയ്ക്ക് ആയുഷ്കാലമൊക്കെ എൻ്റെ പുറകെ. ദൈവത്തിൻ്റെ പുറകെ പോകാൻ തയ്യാറാണോ? നന്മയും കരുണയും തേടി പോകേണ്ട, പിന്നെ പുറകെ വന്നുകൊള്ളും. സ്തോത്രം സ്തോത്രം. യഹോവൻ്റെ ഇടയനാകുന്ന എനിക്ക് മുട്ടുണ്ടാകുകയില്ല. തിരുവചനം പറയുന്നു. യഹോവയുടെ ഇടയനായി സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? ദൈവം മുട്ടുമാർത്താണ്ട് വഴി നടത്തും. എന്ത് പ്രശ്നം വന്നാലും, പ്രയാസം വന്നാലും, തകർച്ച വന്നാലും സ്തോത്രം 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 സ്തോത്രം. ദൈവകാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നെങ്കിൽ ദൈവം സകലത്തിനും പരിഹാരമാണ്. സ്തോത്രം സ്തോത്രം സ്തോത്രം. നീ മുമ്പോട്ട് വെച്ച കാൽപ്പിൻ്റെ ഓട്ടം എടുക്കരുത്. അഭിഷേകമുള്ള യേശുവിൻ്റെ മുമ്പിൽ ഭൂതങ്ങൾ അലറി ഓടിയെങ്കിൽ, കുഷ്ഠരോഗി സൗഖ്യമായെങ്കിൽ, കുരുടന് കാഴ്ച ലഭിച്ചെങ്കിൽ, സ്തോത്രം, ചെകുടന് കേൾവി ലഭിച്ചെങ്കിൽ, സ്തോത്ര സ്തോത്ര സ്തോത്രം, ഊമൻ സംസാരിച്ചെങ്കിൽ, എൻ്റെ നിൻ്റെ വാക്കിന് മുമ്പിൽ സകല ശക്തിയുടെ ഉറവിടമായ ദൈവം, അത്ഭുത മന്ത്രി വീരനാം ദൈവം പ്രശ്നങ്ങൾക്ക് പരിഹാരകനാണ്, പ്രയാസങ്ങൾക്ക് പരിഹാരകനാണ്.
സകല ശക്തിയുടെ ഉറവിടമായ ക്രിസ്തുവിലേക്ക് ഏൽപ്പിക്കുക. അവങ്കിലേക്ക് നോക്കി പ്രകാശിതമായി അപ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ച് പോയതുമില്ല. നീ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറുണ്ടോ? ആ ദേഹം വിടുവിക്കുവാൻ പ്രവർത്തിക്കുവാൻ ശക്തനത്ര. ആ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി ജീവിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വാക്കൊന്ന് വിരമിക്കുന്നു. വിറ്റോ വടക്കൻ ആക്കിക്കാവും. സ്തോത്രം. ക്രൈസ്ത ദ ലോർഡ്.